ജാതിയോ മതമോ എനിക്ക് ഉപേക്ഷിക്കാം. എനിക്ക് വേണ്ടാത്തവരെ എനിക്ക് ഉപേക്ഷിക്കാം. എനിക്ക് വേണ്ടാത്ത ഇടങ്ങൾ എനിക്ക് ഉപേക്ഷിക്കാം. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെയും തിരുത്തലുകളുടെയും ഫലമായി അഖിൽ പി ധർമ്മജൻ പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് രാത്രി 12-ന് ശേഷം. അഖിൽ പി ധർമ്മജൻ്റെ എഴുത്തുകളിൽ ഞാൻ എന്നും കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് ലോകത്ത് സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരാലും തെളിയിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളെക്കുറിച്ചുള്ള തുറന്നെഴുത്ത്. അത്തരത്തിൽ റാം കെയർ ഓഫ് ആനന്ദിയിൽ മുനമ്പം മനുഷ്യക്കടത്തിനെക്കുറിച്ചും മെർക്കുറി ഐലൻഡിൽ ബർമുഡ ട്രയാങ്കിളിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നു. എന്നാൽ രാത്രി 12-നു ശേഷം എന്ന പുസ്തകത്തിൽ മിസ്റ്റീരിയസ് ആയ പരകായ പ്രവേശനം, അതായത് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് അഖിൽ പി ധർമ്മജൻ പറഞ്ഞു പോകുന്നത്. ജോലി കഴിഞ്ഞ് മടങ്ങുന്ന വനിതാ സേവർ, വനിതയുടെ കാറ് ഒരാളെ ഇടിക്കുന്നു. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നുവെങ്കിലും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷം പലയിടങ്ങളിലായി അയാളുടെ സാന്നിധ്യം വനിതയെ പിന്തുടരുന്നു. ആരാണ് അയാൾ? അയാളെ തേടിയുള്ള യാത്രയും അതിലൂടെ വനിത ചെന്നെത്തുന്ന പല കാര്യങ്ങളിലൂടെയുമാണ് ഈ പുസ്തകം കടന്നു പോകുന്നത്. ജാതിയോ മതമോ എനിക്ക് ഉപേക്ഷിക്കാം. എനിക്ക് വേണ്ടാത്തവരെ എനിക്ക് ഉപേക്ഷിക്കാം. എനിക്ക് വേണ്ടാത്ത ഇടങ്ങൾ എനിക്ക് ഉപേക്ഷിക്കാം. എന്നാൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ഉപേക്ഷിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അവൻ്റെ നിറം, രൂപം, പരിമിതികൾ. ഇതൊന്നും ആരുടെയും തീരുമാനങ്ങളല്ല. എല്ലാം അറിഞ്ഞിട്ടും എന്തിന് സമൂഹമേ അതിൻ്റെ എല്ലാം പേരിൽ നിങ്ങൾ ആളുകളെ വിധിക്കുന്നു? എൻ്റെ മരണം എല്ലാത്തിൻ്റെയും ഒടുക്കവും തുടക്കവുമാണ്. അത്തരത്തിൽ ചിന്താഗതിയുള്ള ഒരാളുടെ കയ്യിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവരാലും ബോഡി ഷേമിങ്ങിന് വിധിക്കപ്പെട്ട ഒരാളുടെ കയ്യിൽ ആസ്ട്രോ പ്രൊജക്ഷൻ, അതായത് പരകായ പ്രവേശനം എന്ന മിസ്റ്റീരിയസ് കഴിവ് കിട്ടുകയാണ്. ആസ്ട്രോ പ്രൊജക്ഷൻ എന്ന മിസ്റ്റീരിയസ് വിഷയത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ത്രില്ലർ വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് അഖിൽ പി ധർമ്മജൻ്റെ രാത്രി 12-ന് ശേഷം.